Dear students, today we will discuss 21st chapter, Advertising and Salesmanship. അതായത് പരസ്യവും വ്യക്തിഗത വിൽപ്പന. ആ ചാപ്റ്റർ ആണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഡിഫൈൻ അഡ്വർടൈസ്മെന്റ്. എന്താണ് അഡ്വർടൈസ്മെന്റ് അഥവാ പരസ്യം എന്ന് പറഞ്ഞാൽ? ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ വിവരം നിശ്ചിതമായൊരു സ്പോൺസർ പ്രതിഫലം വാങ്ങി വ്യക്തിപരമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യലാണ് പരസ്യപ്പെടുത്തൽ. അതായത് അഡ്വർടൈസ്മെന്റ് അഥവാ പരസ്യം എന്ന് പറഞ്ഞാല് ആശയങ്ങൾ, ഐഡിയാസ്, ആശയങ്ങൾ, അതേപോലെ തന്നെ സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ വിവരം നിശ്ചിതമായൊരു സ്പോൺസർ പ്രതിഫലം വാങ്ങി വ്യക്തിപരമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യലാണ് പരസ്യപ്പെടുത്തൽ. ഇത് പ്രതിഫലം നൽകിയുള്ള ആശയവിനിമയം, അതായത് പ്രതിഫലം മേടിച്ചുകൊണ്ട് ചെയ്യുന്ന ആശയവിനിമയമാണ്. ഇനി വ്യക്തിപരമല്ലാത്ത ആശയവിനിമയ വിൽപ്പന അല്ലെങ്കിൽ ആശയം പ്രചരിപ്പിക്കുക ലക്ഷ്യമാക്കുന്നു. ഇനി എന്താണ് പബ്ലിസിറ്റി? അതായത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാലും ഏകദേശം ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പബ്ലിസിറ്റി. ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും ബഹുജന മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്ന പൊതുവിവരങ്ങളാണ് പബ്ലിസിറ്റി. അതായത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും ബഹുജന മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്ന പൊതുവിവരം. അതിനെയാണ് നമ്മൾ പബ്ലിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പേഴ്സണൽ സെല്ലിംഗ്, വ്യക്തിപരമായ വിൽപ്പന അല്ലെങ്കിൽ വ്യക്തിഗത വിൽപ്പന. വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ളവരെ അതിന്റെ നിലവാരവും വിലയും ബോധ്യപ്പെടുത്തി നേരിട്ട് വിൽപ്പന നടത്തുകയും അതിന്റെ വില ഈടാക്കുകയും ചെയ്യും. അതായത് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഉൽപ്പന്നത്തെ കുറിച്ച് അതിന്റെ ഗുണനിലവാരം എന്താണ്, അല്ലെങ്കിൽ കൊണ്ടുള്ള സേവനം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും അതേപോലെ വിലയും ബോധ്യപ്പെടുത്തി നേരിട്ട് വിൽപ്പന നടത്തുക, അതിന്റെ വില ഈടാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വ്യക്തിഗത വിൽപ്പന. ഇനി സെയിൽസ് പ്രൊമോഷൻ, വിൽപ്പന പ്രോത്സാഹന പ്രവർത്തനങ്ങൾ. എന്തായാലും വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് വിൽപ്പന പ്രോത്സാഹന പ്രവർത്തനങ്ങൾ. ഇനി ബോണസ് ഓഫർ ആസ് എ ടൂൾ ഓഫ് സെയിൽസ് പ്രൊമോഷൻ. അതായത് ബോണസ് ഓഫർ സെയിൽസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹന പ്രവർത്തനങ്ങളിൽ ബോണസ് ഓഫർ എന്താണെന്നാണ് പറയുന്നത്. ഇടപാടുകാർ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ താരതമ്യേന വില കുറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം സൗജന്യമായി നൽകുക. അതായത് ബോണസ് ഓഫർ കൊടുക്കാന്ന് പറയില്ലേ, അതായത് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഏറ്റവും എന്തെങ്കിലും വില കുറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് അതിന് അനുബന്ധമായിട്ട് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ബോണസ് ഓഫർ എന്ന് പറയുന്നത്. ഇനി എന്താണ് അഡ്വർടൈസ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്? അതായത് വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അഡ്വർടൈസിങ്? അഡ്വർടൈസിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ്. പുതിയ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരെ ഉണ്ടാക്കുന്നു. അതായത് ഒരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് ആൾക്കാരെ അറിയണ്ടേ, അപ്പൊ പുതിയ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നത്തിന് ആവശ്യക്കാരെ ഉണ്ടാക്കുന്നു. പിന്നെ നിലവിലുള്ള ആവശ്യക്കാരെ നിലനിർത്തിക്കൊണ്ട് പുതിയ ആവശ്യക്കാരെ ഉണ്ടാക്കുന്നത് വഴി ഉൽപ്പന്നത്തിനുള്ള കമ്പോളം വികസിപ്പിക്കാൻ കഴിയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലെ ഓൾറെഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുണ്ട്, അവരെ നിലനിർത്തിക്കൊണ്ട് പുതിയ ആവശ്യക്കാരെ ഉണ്ടാക്കുക. നിലവിലുള്ളവർ പോരാതെ പുതിയ ആവശ്യക്കാരെ ഉണ്ടാക്കി ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളം വികസിപ്പിക്കാൻ കഴിയും. ഇനി നിർമ്മാതാവിന് നേരിട്ട് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്നതിനാൽ ഇടനിലക്കാരെ ഒഴിവാക്കാൻ കഴിയുന്നു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിൽപ്പന നടത്താൻ സഹായിക്കുന്നു. വൻതോതിൽ ഉൽപാദനം നടത്താനും അങ്ങനെ ഉൽപാദന ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു. വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള വിൽപ്പനക്കാരന്റെ യത്നങ്ങൾക്ക് സഹായകമാകുന്നു. നിരന്തരമുള്ള പരസ്യം ഒരു ഉൽപ്പന്നത്തിന് ജനപ്രീതി ഉളവാക്കുന്നു. അത് സ്ഥാപനത്തിന് പേരും പെരുമയും. അതായത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം പരസ്യം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ അത് പോപ്പുലർ ആകുന്നു. അതേപോലെ തന്നെ ആ സ്ഥാപനത്തിന് പേരും പെരുമയും ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയും ലക്ഷ്യങ്ങളാണ് എന്താ പറയുന്നത് പരസ്യം കൊണ്ടുള്ളത്. എന്നാൽ ഈ പരസ്യത്തിന് ധാരാളം ലക്ഷ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ അതിന് ലിമിറ്റേഷൻസും ഉണ്ട്, പരിമിതികളും ഉണ്ട്. അതിലൊന്നാമത് പറയുന്നത് ശക്തി ചെലുത്തലിന്റെ കുറവ്. അതായത് പരസ്യങ്ങൾ വഴി നമുക്ക് സ്ട്രെങ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പരസ്യം ഓൾറെഡി പരസ്യം ചെയ്യുന്നു എന്നതല്ലാതെ ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാൻ നമുക്ക് ശക്തി ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ പ്രതികരണത്തിന്റെ അഭാവം. ഈ പരസ്യം കണ്ടിട്ട്
അതിന്റെ എന്താ പറയുന്ന ആളുകൾക്കിടയിൽ അതിന്റെ അഭിപ്രായം അല്ലെങ്കിൽ റെസ്പോണ്ടന്റ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കില്ല. പിന്നെ അയവില്ലായ്മ, പരസ്യം ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയുന്നത്. പിന്നെ കുറഞ്ഞ ഫലദായകത്വം, അതായത് പരസ്യം കണ്ട് കൂടുതൽ ആളുകൾ വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചില എന്താ പറയുന്ന ലിമിറ്റേഷൻസും ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിനുണ്ട്. അതായത് ഒന്നാമത് ശക്തി ചെലുത്തലിന്റെ കുറവ്, രണ്ടാമത് പ്രതികരണത്തിന്റെ അഭാവം, മൂന്നാമത് അയവില്ലായ്മ, പിന്നെ നാലാമത് കുറഞ്ഞ ഫലദായകത്വം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, പേഴ്സണൽ സെല്ലിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഉപഭോക്താക്കളാകാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയുന്നതും വിൽപ്പനയ്ക്ക് വേണ്ട ശ്രമങ്ങൾ നടത്തുന്നതും വ്യക്തിപരമായ വിൽപ്പനയിൽ ഉൾപ്പെടുന്നു. ഓരോ ഉപഭോക്താവിന്റെയും ആവശ്യങ്ങൾക്കും പെരുമാറ്റങ്ങൾക്കും അനുസൃതമായ രീതിയിൽ ഉചിത സന്ദേശങ്ങൾ നൽകാൻ വ്യക്തിപരമായ വിൽപ്പനയുടെ അയവുള്ള സ്വഭാവം മൂലം സാധ്യമാകുന്നു. ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് എതിർപ്പുകളും നേരിടാനും പരിഹരിക്കാനും നേരിട്ടുള്ള വിൽപ്പനയുടെ ദ്വിമാർഗ ആശയവിനിമയം സെയിൽസ്മാൻമാരെ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകളും ഉപയോഗങ്ങളും ഉപഭോക്താക്കളെ നേരിട്ടുള്ള വിൽപ്പന വഴി പഠിപ്പിക്കുന്നു. ഇത് ഉൽപ്പന്നങ്ങൾ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നതിനുള്ള എന്താ പറയുന്ന അവസരം, അതായത് ഒരു ഡെമോൺസ്ട്രേഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ നല്ല സെയിൽസ്മാൻമാർ ഉപഭോക്താക്കളുമായി സൗഹാർദ്ദപരവും വ്യക്തിപരവുമായ ബന്ധം വികസിപ്പിക്കുന്നു. ഈ ബന്ധം ഭാവിയിൽ വിൽപ്പന മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഒരു സോപ്പ് പൊടി നിർമ്മാതാവ് പുതിയ ബ്രാൻഡിലുള്ള സോപ്പ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് വിൽപ്പന പ്രോത്സാഹന തന്ത്രമാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സഹായകരമായത്? സൗജന്യ സാമ്പിളുകളാണ് ഇതിന് അനുയോജ്യമായത്. സാമ്പിളുകൾ ഉൽപ്പന്നത്തിന്റെ ഉപയോഗം അനുഭവിച്ചറിയാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നു. അതായത് ഇപ്പൊ ഒരു പുതിയ സോപ്പ് പൊടി മാർക്കറ്റിൽ വരികയാണ്, അത് കൺസ്യൂമേഴ്സ് അത് വാങ്ങണമെങ്കിൽ അതിന്റെ സാമ്പിൾ കൊടുത്തുകൊണ്ട് വേണം നമുക്ക് അതിന്റെ മാർക്കറ്റ് കണ്ടെത്താൻ സാധിക്കുള്ളൂ. കാരണം ഒരു പുതിയ ഉൽപ്പന്നത്തിന്റെ ഉപയോഗം ഇപ്പൊ ഈ സാമ്പിൾ കൊടുക്കുന്നതിലൂടെ ആ ഉൽപ്പന്നത്തിന്റെ ഉപയോഗം അനുഭവിച്ചറിയാൻ കഴിയുന്നു. അങ്ങനെ കൂടെ വാങ്ങുന്ന തരത്തിലുള്ള ഉൽപ്പന്നത്തിന്റെ കാര്യത്തിൽ ഡിമാൻഡ് ഉണ്ടാക്കാൻ ഈ രീതികൾ ഫലപ്രദമാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും ഈ രീതി ഉപയോഗിക്കാറുണ്ട്. ഇനി അഡ്വർടൈസിംഗ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ബിസിനസ് ആൻഡ് സൊസൈറ്റി, അതായത് സമൂഹത്തിലും അതേപോലെ തന്നെ വ്യാപാരത്തിലും എല്ലാം പരസ്യത്തിന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. പുതിയ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരെ ഉണ്ടാക്കുന്നു. നിലവിലുള്ള ആവശ്യക്കാരെ നിലനിർത്തിക്കൊണ്ട് പുതിയ ആവശ്യക്കാരെ ഉണ്ടാക്കുന്നത് വഴി ഉൽപ്പന്നത്തിനുള്ള കമ്പോളം, അതായത് നേരത്തെ വാങ്ങുന്നവർ അവിടെ ഉണ്ട്, ഈ പഴയ അല്ലെങ്കിൽ എന്താ പറയാ ഓൾറെഡി വാങ്ങുന്ന ഉപഭോക്താക്കളുണ്ട്, അവർക്കൊപ്പം പുതിയ ഉപഭോക്താക്കളെ കൂടി ഉണ്ടാക്കുന്നത് വഴി ഉൽപ്പന്നത്തിന്റെ കമ്പോളം വികസിപ്പിക്കാൻ കഴിയും. പിന്നെ നിർമ്മാതാവിന് നേരിട്ട് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്നതിനാൽ ഇടനിലക്കാരെ ഒഴിവാക്കാൻ കഴിയും. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിൽപ്പന നടത്താൻ സഹായിക്കുന്നു. ചെലവ് വളരെ കുറഞ്ഞ ലെസ് കോസ്റ്റ്ലി, കുറഞ്ഞ ചെലവില് കൂടുതൽ വിൽപ്പന നടത്താൻ സഹായിക്കുന്നു. വൻതോതിൽ ഉൽപാദനം നടത്താനും അങ്ങനെ ഉൽപാദന ചെലവ് കുറയ്ക്കാനും സഹായകമാകുന്നു. വിൽപ്പന വർദ്ധിക്കാനുള്ള വിൽപ്പനക്കാരന്റെ യത്നങ്ങൾക്ക് ഇത് സഹായകമാകുന്നു. നിരന്തരമുള്ള പരസ്യം ഒരു ഉൽപ്പന്നത്തിന് ജനപ്രീതി ഉളവാക്കുന്നു. അത് സ്ഥാപനത്തിന് പേരും പെരുമയും ഉണ്ടാക്കുന്നു. അതായത് നിരന്തരമായിട്ടുള്ള പരസ്യം, ഒരു ഉൽപ്പന്നത്തിന് ജനപ്രീതി ഉളവാക്കുന്നു. അത് what are the objectives of sales promotion? Explain in brief, giving a list of various popular sales promotion tools. വിൽപ്പന പ്രോത്സാഹന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ വിവരിക്കുക. വിൽപ്പന പ്രോത്സാഹന തന്ത്രങ്ങൾ എന്തെല്ലാം? അത് വിൽപ്പന കൂട്ടാൻ സഹായിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. പിന്നെ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് വാങ്ങാൻ ശക്തമായ പ്രചോദനം ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ ഡിമാൻഡ് സൃഷ്ടിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ അത് സഹായിക്കുന്നു. മാർക്കറ്റർ വിഹിതം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും തിരിച്ചു കൊണ്ടുവരാനും അത് സഹായിക്കുന്നു. മത്സരത്തെ ഫലപ്രദമായി നേരിടാൻ അത് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ എന്താ പറയുന്ന സെയിൽസ് പ്രൊമോഷന്റെ ലക്ഷ്യങ്ങൾ. അതായത് ഒന്നുകൂടി പറയാം, സെയിൽസ് പ്രൊമോഷൻ വഴി വിൽപ്പന കൂട്ടുന്നു, സെയിൽസ് വർദ്ധിക്കുന്നു. പിന്നെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് വാങ്ങാൻ ശക്തമായ പ്രചോദനം ചെയ്യുന്നു.
പിന്നെ തുടക്കത്തിൽ തന്നെ ഡിമാൻഡ് സൃഷ്ടിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ അത് സഹായിക്കുന്നു. മാർക്കറ്റർ വിഹിതം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും തിരിച്ചു കൊണ്ടുവരാനും അത് സഹായിക്കുന്നു. മത്സരത്തെ ഫലപ്രദമായി നേരിടാൻ അത് സഹായിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതായത് ഈ ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ചാപ്റ്ററാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. വാട്ട് ഈസ് മീൻഡ് ബൈ ഇന്റേണൽ ട്രേഡ്? എന്താണ് ആഭ്യന്തര കച്ചവടം? രാജ്യത്തിനകത്ത് നടത്തുന്ന കച്ചവടത്തെയാണ് നമ്മൾ ആഭ്യന്തര കച്ചവടം എന്ന് പറയുന്നത്. അതായത് ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിനുള്ളിൽ നടത്തുന്ന കച്ചവടം. ആഭ്യന്തര കച്ചവടത്തെ മൊത്ത കച്ചവടം എന്നും ചില്ലറ കച്ചവടം, അതായത് ഹോൾസെയിൽ ട്രേഡ് എന്നും അല്ലെങ്കിൽ ഹോൾസെയിൽ നിന്ന് റീറ്റെയിൽ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്റേണൽ ട്രേഡിനെ ഹോൾസെയിൽ എന്നും തിരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ റീറ്റെയിൽ എന്നും തിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറഞ്ഞാല്? അതായത് ഒരു തരം സാധനങ്ങൾ മാത്രം വിൽക്കുന്നതിനും ഒരേ ഉടമസ്ഥതയിലും മാനേജ്മെന്റിലും ഉള്ളതും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായ ഒട്ടേറെ ശാഖകളോട് കൂടിയ ഒരു വൻകിട ചില്ലറ കച്ചവട സ്ഥാപനമാണ് മൾട്ടിപ്പിൾ ഷോപ്പ്. ഉടമസ്ഥതയും നിയന്ത്രണാധികാരവും ഹെഡ് ഓഫീസിനായിരിക്കും. അതായത് ഒന്നുകൂടി പറഞ്ഞാല്, ഒരു സാധനം മാത്രം വിൽക്കുന്നതിനും ഒരേ ഉടമസ്ഥതയിലും മാനേജ്മെന്റിലും ഉള്ളതും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായ ഒട്ടേറെ ശാഖകളോട് കൂടിയ ഒരു വൻകിട ചില്ലറ കച്ചവട സ്ഥാപനം, അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറയുന്നത്. ഉടമസ്ഥതയും നിയന്ത്രണാധികാരവും ഹെഡ് ഓഫീസിനായിരിക്കും. ഇനി മെൻഷൻ എനി 2 ബെനിഫിറ്റ്സ് ഓഫ് ഹോൾസെയിലർ. ഹോൾസെയിലറിന്റെ 2 ഗുണങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, മൊത്ത കച്ചവടക്കാരന്റെ മെച്ചങ്ങൾ. അതില് മൊത്ത കച്ചവടക്കാർ ഉൽപാദകരിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. അതേപോലെ മൊത്ത കച്ചവടക്കാർ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി താരതമ്യേന കുറഞ്ഞ അളവിൽ വിൽപ്പന നടത്തുന്നു. മൊത്ത കച്ചവടക്കാർ ചില്ലറ കച്ചവടക്കാർക്ക് വായ്പാ സൗകര്യം നൽകുന്നു. മൊത്ത കച്ചവടക്കാർ ഉൽപാദകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അതായത് ഹോൾസെയിൽ കൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് പറഞ്ഞത്. ഒന്നാമത് ഉൽപാദകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. പിന്നെ മൊത്ത കച്ചവടക്കാർ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി താരതമ്യേന കുറഞ്ഞ അളവിൽ വിൽപ്പന നടത്തുന്നു. പിന്നെ മൊത്ത കച്ചവടക്കാർ ചില്ലറ കച്ചവടക്കാർക്ക് വായ്പാ സൗകര്യം നൽകുന്നു. പിന്നെ മൊത്ത കച്ചവടക്കാർ ഉൽപാദകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇനി എന്താണ് ഫ്രാഞ്ചൈസികൾ എന്ന് പറഞ്ഞാൽ? ഡിഫൈൻ ദ ടേം ഫ്രാഞ്ചൈസ്. ഒരു കമ്പനി നടത്തുന്ന ബിസിനസ് ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത രീതിയിൽ നടത്തുന്നതിന് മറ്റൊരു സ്വതന്ത്ര സ്ഥാപനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഇരു സ്ഥാപനങ്ങളും തമ്മിലുണ്ടാകുന്ന കരാറിന് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നു. ഇത്തരം യൂണിറ്റുകൾ മുഖേന ബിസിനസ് വികസിപ്പിക്കുക. അതായത് ഒരു കമ്പനി നടത്തുന്ന ബിസിനസ് ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത രീതിയിൽ നടത്തുന്നതിന് മറ്റൊരു സ്വതന്ത്ര സ്ഥാപനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറിനാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഇത്തരം യൂണിറ്റുകൾ മുഖേന ബിസിനസ് വികസിപ്പിക്കാൻ സാധിക്കുന്നു. ഇനി നെയിം എനി 4 ടൈപ്സ് ഓഫ് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ബിസിനസ്. അതായത് വൻകിട ചില്ലറ കച്ചവടങ്ങളെ കുറിച്ച്. അതിൽ ഒന്നാമത് വരുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. എന്താണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ നോക്കാം. ഒരൊറ്റ മാനേജ്മെന്റിന്റെ കീഴിൽ ഒരൊറ്റ കെട്ടിടത്തിൽ ഓരോ ഇനത്തിന്റെ വിൽപ്പനയ്ക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന തോതിൽ അനേകം ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ഒരു വൻകിട ചില്ലറ വിൽപ്പനശാല. അതായത് ഒറ്റ മാനേജ്മെന്റ് ആയിരിക്കും, ഒറ്റ കെട്ടിടമായിരിക്കും, അതില് ഓരോ ഉൽപ്പന്നത്തിനും ഓരോ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഇതിന്റെ എല്ലാം എന്താ പറയുന്ന മേൽനോട്ടം അല്ലെങ്കിൽ എല്ലാം ഒരു മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയില്. അത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ വൻകിട ചില്ലറ വിൽപ്പന ശാഖ എന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഷോപ്സ് ഒരേ തരം സാധനങ്ങൾ മാത്രം വിൽക്കുന്നതിനും ഒരേ ഉടമസ്ഥതയിലും മാനേജ്മെന്റിലും ഉള്ളതും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായ ഒട്ടേറെ ശാഖകളോട് കൂടിയ ഒരു വൻകിട ചില്ലറ കച്ചവട സ്ഥാപനമാണ് മൾട്ടിപ്പിൾ ഷോപ്പ്. ഉടമസ്ഥതയും നിയന്ത്രണാധികാരവും ഹെഡ് ഓഫീസിനാകും. ഇനി സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിന് സെൽഫ് സർവീസ് സ്റ്റോർ എന്നും പറയും. ഭീമാകാരമായ ചില്ലറ വിൽപ്പനശാലയാണിത്. പിഞ്ഞാണങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മിഠായികൾ തുടങ്ങി എണ്ണമറ്റ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. ആവശ്യക്കാർ എടുക്കുന്ന സാധനങ്ങളുടെ വില കൗണ്ടറിൽ നൽകിയാൽ മതി. ഇനി ഡെസ്ക്രൈബ് ദ റോൾ ഓഫ് മിഡിൽമെൻ ഇൻ ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് വിതരണ ശൃംഖലയില് മിഡിൽമെന്നിന്റെ, മധ്യവർത്തികളുടെ പങ്ക്. ഇടനിലക്കാർ മൊത്ത കച്ചവടക്കാരോ അല്ലെങ്കിൽ ചില്ലറ കച്ചവടക്കാരോ ആയിരിക്കാം. ഉൽപാദകരിൽ നിന്ന് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നവരാണ് മൊത്ത കച്ചവടക്കാർ. എന്നാൽ മൊത്ത കച്ചവടക്കാരിൽ നിന്നും ഉൽപാദകനിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപഭോക്താക്കൾക്ക്
അവരുടെ ആവശ്യാനുസരണം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരെയാണ് ചില്ലറ കച്ചവടക്കാർ എന്ന് പറയുന്നത്. വിതരണ പ്രക്രിയയിലുള്ള മധ്യവർത്തികളുടെ ഈ സാന്നിധ്യമാണ് പരോക്ഷ വിതരണ ശൃംഖല കെട്ടിപ്പടുക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞത് ഹോൾസെയിൽ, അതേപോലെ തന്നെ എന്താണ് റോൾ ഓഫ് മിഡിൽമെൻ, മധ്യവർത്തികളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൻകിട, അതായത് ഫീച്ചേഴ്സ് ഓഫ് ഫ്രാഞ്ചൈസ് ആസ് എ ഫോം ഓഫ് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ബിസിനസ്. വൻകിട ചില്ലറ വ്യാപാരം എന്ന രീതിയിൽ ഫ്രാഞ്ചൈസികളുടെ സവിശേഷതകളാണ്. ഒരു കമ്പനി നടത്തുന്ന ബിസിനസ് ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത രീതിയിൽ നടത്തുന്നതിന് മറ്റൊരു സ്വതന്ത്ര സ്ഥാപനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറിന് ഫ്രാഞ്ചൈസികൾ എന്ന് പറയുന്നു. ബിസിനസ് യൂണിറ്റുകൾക്ക് ഫ്രാഞ്ചൈസികൾ മുഖേന ബിസിനസ് വികസിപ്പിക്കാൻ സാധിക്കുന്നു. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു കമ്പനി നടത്തുന്ന ബിസിനസ് ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത രീതിയിൽ നടത്തുന്നതിന് മറ്റൊരു സ്വതന്ത്ര സ്ഥാപനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറിനാണ് ഫ്രാഞ്ചൈസികൾ എന്ന് പറയുന്നത്. ഇനി ബിസിനസ് യൂണിറ്റുകൾക്ക് ഫ്രാഞ്ചൈസികൾ മുഖേന ബിസിനസ് വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ്, റോൾ ഓഫ് ഹോൾസെയിലർ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അതായത് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ അല്ലെങ്കിൽ വിതരണ ശൃംഖലയിൽ മൊത്ത കച്ചവടക്കാരന്റെ പങ്ക്. മൊത്ത കച്ചവടക്കാർ ഭാരിച്ച അളവിൽ ഉൽപ്പന്നങ്ങൾ ഉൽപാദകരിൽ നിന്ന് വാങ്ങിക്കുകയും താരതമ്യേന കുറഞ്ഞ അളവിൽ അവ ചില്ലറ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ കൂടിയ അളവിൽ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽപ്പന നടത്തുകയും ചെയ്തേക്കാം. ഇവർ വളരെ പരിമിതമായ ഇനം ഉൽപ്പന്നങ്ങളുടെ ഇടപാടുകളാണ് നടത്തുക. ഇരുമ്പുരുക്ക്, തുണിത്തരങ്ങൾ, പേപ്പർ, വൈദ്യുതോപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക തരം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലായിരിക്കും മൊത്ത കച്ചവടക്കാർ ഏർപ്പെടുന്നത്. ഇനി ഹോൾസെയിലും അതേപോലെ ഹോൾസെയിലറും റീറ്റെയിലറും തമ്മിലുള്ള വ്യത്യാസം. സാധനങ്ങൾ വൻതോതിൽ വാങ്ങുകയും അവ മറ്റു കച്ചവടക്കാർക്ക് അവരുടെ ആവശ്യാനുസരണം വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് മൊത്ത കച്ചവടം എന്ന് പറയുന്നത്. റീറ്റെയിലർ അല്ലെങ്കിൽ ചില്ലറ കച്ചവടം എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടക്കാരിൽ നിന്നോ ഉൽപാദകരിൽ നിന്നോ സാധനങ്ങൾ വാങ്ങുകയും അവ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ചില്ലറയായി വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിനെയാണ് ചില്ലറ കച്ചവടം എന്ന് പറയുന്നത്. ഇനി സൂപ്പർ മാർക്കറ്റുകളുടെ ഗുണങ്ങൾ, അതായത് മെറിറ്റ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ, സൂപ്പർ മാർക്കറ്റിനെ സെൽഫ് സർവീസ് സ്റ്റോർ എന്നും പറയാം. കാരണം നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സ്വയം സാധനങ്ങള് നമ്മൾ തന്നെയാണ് വാങ്ങി, നമുക്കറിയാം ഒരു എന്താ പറയുന്ന ഒരു ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സ്വയം നമ്മൾ തന്നെ വാങ്ങി അത് ബില്ലടിക്കുന്നിടത്ത് കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ ആ സൂപ്പർ മാർക്കറ്റിനെ സെൽഫ് സർവീസ് സ്റ്റോർ എന്നും കൂടി വിളിക്കാം. ഭീമാകാരമായ ചില്ലറ വിൽപ്പനശാലയാണിത്. സൂപ്പർ മാർക്കറ്റിൽ എല്ലാവിധ സാധനങ്ങളും ഉള്ളതിനാൽ അവയുടെ ഗുണനിലവാരവും വിലയും കണ്ടുബോധിച്ച് തിരഞ്ഞെടുക്കാൻ കസ്റ്റമേഴ്സിന് സാധിക്കുന്നു. ഒരേ ഉൽപ്പന്നങ്ങൾ തന്നെ വിവിധ കമ്പനികളുടേതായിട്ടുള്ളതിനാൽ നല്ല സാധനങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിയും. ഇനി വാട്ട് ഈസ് മീൻ ബൈ മെയിൽ ഓർഡർ റീറ്റെയിലിംഗ്? മെയിൽ ഓർഡർ റീറ്റെയിലിംഗ് എന്നാൽ എന്താ? സാധനങ്ങൾ തപാൽ വഴി ഓർഡർ സ്വീകരിക്കുകയും അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം ചില്ലറ വിൽപ്പന ബിസിനസ്സാണ് മെയിൽ ഓർഡർ ബിസിനസ്. ഇതിൽ തപാൽ ഓഫീസ് പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത്. ഓർഡർ ചെയ്യുന്ന സാധനം വീട്ടിൽ എത്തിച്ചു തരും. അതായത്
സാധനങ്ങൾ തപാൽ വഴി ഓർഡർ സ്വീകരിക്കുകയും അതേപോലെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ചില്ലറ വിൽപ്പന ബിസിനസ്സിനാണ് മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൽ തപാൽ ഓഫീസിന് പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത്. ഓർഡർ ചെയ്യുന്ന സാധനം വീട്ടിൽ എത്തിച്ചു തരും. ഇനി സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. ഹൗ ഈസ് എ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഡിഫറെന്റ് ഫ്രം മൾട്ടിപ്പിൾ ഷോപ്സ്? ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും മൾട്ടിപ്പിൾ സ്റ്റോറും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് എനി 4 മെറിറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിന്റെ 4 പ്രധാന ഗുണങ്ങൾ. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഒരൊറ്റ മാനേജ്മെന്റിന്റെ കീഴിൽ ഓരോ ഇനത്തിന്റെ വിൽപ്പനയ്ക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന തോതിൽ അനേകം ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ഒരു വൻകിട ചില്ലറ വിൽപ്പന ശാഖയാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ഇനി അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറ്റിയ സ്ഥാപനം, എളുപ്പത്തിൽ ഷോപ്പിംഗ്, ചെലവ് കുറയും, കാര്യക്ഷമതയുള്ള സ്റ്റാഫ്, ഭീമമായ മൂലധനം, സൗകര്യങ്ങൾ, ഫലപ്രദമായ വിൽപ്പന, പ്രോത്സാഹനം. അതിലെ മൾട്ടിപ്പിൾ സ്റ്റോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരേ തരം സാധനങ്ങൾ മാത്രം വിൽക്കുന്നതിനും ഒരേ ഉടമസ്ഥതയിലും മാനേജ്മെന്റിലും ഉള്ളതും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായ ഒട്ടേറെ ശാഖകളോട് കൂടി ഒരു വൻകിട ചില്ലറ കച്ചവട സ്ഥാപനമാണ് മൾട്ടിപ്പിൾ ഷോപ്പ്. ഉടമസ്ഥതയും നിയന്ത്രണാധികാരവും ഹെഡ് ഓഫീസിനായിരിക്കും. അതായത് മൾട്ടിപ്പിൾ ഷോപ്പിന്റെ ഉടമസ്ഥതയും അതേപോലെ നിയന്ത്രണാധികാരവും ഹെഡ് ഓഫീസിനാകും. ഇനി അതിന്റെ മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ചെലവ് കുറയും, സാധനങ്ങൾ വൻതോതിൽ വാങ്ങാം, അപ്പോൾ വില കുറയും, ഡിസ്കൗണ്ട് കിട്ടും, ട്രാൻസ്പോർട്ട് ചെലവ് കുറയും, പരസ്യ ചെലവ് കുറയും, റൊക്കം ഇടപാട്, കിട്ടാക്കടം വരില്ല, വിൽപ്പന കുറയും, ശാഖകൾ തമ്മിൽ കൈമാറ്റം, ഒരേ വില, അയവ്, ഇടനിലക്കാരനെ ഒഴിവാക്കാം, നഷ്ടസാധ്യത കുറവ്. ഇനി എന്താണ് വാട്ട് ഈസ് മീൻഡ് ബൈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ? എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതിന്റെ മെറിറ്റ് എന്തൊക്കെയാണ്? അതായത് ഉപഭോക്തൃ സഹകരണ സ്റ്റോറുകൾ എന്നാലും ഇതിന്റെ മെച്ചങ്ങൾ എന്തെല്ലാം? ഉപഭോക്താക്കൾ സ്വയം സംഘടിച്ചുണ്ടാക്കുന്നതാണ് ഉപഭോക്തൃ സഹകരണ സ്റ്റോറുകൾ. മെമ്പർമാർക്ക് ന്യായമായ വിലയ്ക്ക് ശുദ്ധമായ മായം ചേർക്കാത്ത സാധനങ്ങൾ ലഭ്യമാക്കാനായി ഇടത്തരക്കാരും താഴ്ന്ന വരുമാനക്കാരും ചേർന്ന് രൂപീകരിക്കുന്നവയാണ് ഇത്തരം സഹകരണ സ്റ്റോറുകൾ. ഇടനിലക്കാരെ ഒഴിവാക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കുന്നവയാണിവ. സേവനമാണ് പ്രധാന ലക്ഷ്യം. ലാഭമുണ്ടെങ്കിൽ അത് മെമ്പർമാർക്ക് വീതിച്ചു കൊടുക്കും. അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞാല് ഉപഭോക്താക്കൾ സ്വയം സംഘടിച്ചുണ്ടാക്കുന്നതാണ് ഉപഭോക്തൃ സഹകരണ സ്റ്റോറുകൾ. മെമ്പർമാർക്ക് ന്യായമായ വിലയ്ക്ക് ശുദ്ധമായ മായം ചേർക്കാത്ത സാധനങ്ങൾ ലഭ്യമാക്കാനായി ഇടത്തരക്കാരും താഴ്ന്ന വരുമാനക്കാരും ചേർന്ന് രൂപീകരിക്കുന്നവയാണ് ഇടത്തരം സഹകരണ സ്റ്റോറുകൾ. ഇടനിലക്കാരെ ഒഴിവാക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കുന്നവയാണിവ. സേവനമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ലാഭമുണ്ടെങ്കിൽ അത് മെമ്പർമാർക്ക് വീതിച്ചു കൊടുക്കും. ഇനി അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ന്യായമായ വില, കുറഞ്ഞ പ്രവർത്തന ചെലവ്, കുത്തകയ്ക്ക് നിയന്ത്രണം, ജനാധിപത്യപരമായ മാനേജ്മെന്റ്. ഇനി ഡിസ്ക്രൈബ് ഇൻ ബിലീഫ് ദ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. വിതരണത്തിലെ ആധുനിക പ്രവണതകൾ എന്തെല്ലാം ആണെന്നാണ്. അതിലൊന്നാമത്തേതാണ് ടെലിമാർക്കറ്റിംഗ്. ഇടപാടുകാരനാകാനിടയുള്ളവരെ ഫോണിൽ ബന്ധപ്പെട്ട് ഒരു ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഏർപ്പാടിനെ ടെലിമാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ഇതിൽ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയോ ബ്രോഷർ പോലുള്ള ഏതെങ്കിലും അയക്കലോ ഇല്ല. ഇനി ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ നെറ്റ്വർക്കുകൾ ഓൺലൈൻ റീറ്റെയിലിംഗ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ അധിഷ്ഠിത നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് വഴി വിപണനം നടത്തുന്നതിനെ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. അതായത് ഇന്റർനെറ്റ് വഴി വിപണനം നടത്തുന്നതിനെ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ഇനി റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. മൊത്ത കച്ചവടവും ചില്ലറ കച്ചവടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടം. സാധനങ്ങൾ വൻതോതിൽ വാങ്ങുകയും അവ മറ്റു കച്ചവടക്കാർക്ക് അവരുടെ ആവശ്യാനുസരണം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനാണ് മൊത്ത കച്ചവടം എന്ന് പറയുന്നത്. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടക്കാരിൽ നിന്നോ ഉൽപാദകരിൽ നിന്നോ സാധനങ്ങൾ വാങ്ങുകയും അവ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ചില്ലറയായി വിൽക്കുന്ന പ്രവർത്തനത്തെയാണ് ചില്ലറ വ്യാപാരം എന്ന് പറയുന്നത്. ഇനി അതിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് പറയുന്ന വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം, മൊത്ത കച്ചവടം കുറച്ചു മാത്രം ഉൽപ്പന്നങ്ങൾ കൂടുതൽ അളവിൽ എടുക്കുന്നു. പിന്നെ ചില്ലറ വ്യാപാരത്തിൽ കൂടുതൽ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു. പിന്നെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ അളവ്, പിന്നെ വലിയ അളവിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു, വളരെ ചെറിയ അളവിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉറവിടമാണ് അതിന്റെ ബേസിസ്. പിന്നെ മൊത്ത കച്ചവടത്തിൽ നേരിട്ട്
ഉൽപാദകരിൽ നിന്നും വാങ്ങുന്നു. ചില്ലറയില് നേരിട്ട് മൊത്ത കച്ചവടക്കാരിൽ നിന്നും ഉൽപാദകരിൽ നിന്നും. പിന്നെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് മൊത്ത കച്ചവടക്കാരിലെ പുനർവിൽപ്പനയ്ക്ക് വേണ്ടി സാധനങ്ങൾ മോളെ കറണ്ട് പോയി പെട്ടെന്ന്. കറണ്ട് പോയി. കറണ്ട് പോയി.